വലിയ കൂന്തലാട്ടാ. കളവാ കൂന്തല് വന്നി കാണവട മാല ഏടാ കേക്കടാ കൂന്തല് മുട്ട ഹലോ ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് നമ്മൾ ഒന്നാം ദിവസം വാഴക്കടലിൽ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്ന വീഡിയോ കാണുന്ന കൂട്ടാർ വീഡിയോ കഴിക്കടിച്ച് നമുക്ക് നേരെ ഒരു അടിപൊളി കിട്ടില്ല മീൻപിടുത്തത്തിലൊക്കെ എല്ലാവർക്കും പോകാം. കൂന്തലും കിളിമീനും വട്ടക്കിളിയും ഒക്കെ കിട്ടിലും കാഴ്ച, അതുപോലെ ജെല്ലി ഫിഷൊക്കെ കിട്ടിലും കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് കാണിച്ചിട്ടാ. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പടക്കം പൊട്ടി അവ ഇനി എല്ലാ ബോട്ടുകളും തള്ളി വെച്ച് പോവേണ് കടലിലോട്ട് പോകാൻ വേണ്ടി പോവേണ്ട. ഫുള്ളും ബോട്ടുകളാണ് ഇങ്ങനെ നിരത്തി കിടക്കേണ്ടത്. ഇത് നോക്കിയേ, പടക്കം പൊട്ടി അവ ഇനി എല്ലാ ബോട്ടുകളും തള്ളി വെച്ച് പോവേണ് കടലിലോട്ട് പോകാൻ വേണ്ടി പോവേണ്ട. കട 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 ഇത് നോക്കിയേ, മൊത്തം പുറകിലൊക്കെ ബോട്ടാണ്. നമുക്ക് പുറകിലൊക്കെ അവിടെ നിന്നൊക്കെ ഈ കൈ ചൂണ്ടോടൊക്കെ ഇങ്ങനെ ഇളകി വരേണ്ട ബോട്ടുകൾ. എല്ലാ ബോട്ടും കടലിലോട്ട് പോകാൻ വേണ്ടി പോവേണേ. തള്ളി വെച്ച് തുടങ്ങിട്ടാ. കടലും കൂടി ആഗസ്റ്റ് 1 അങ്ങനെ 12 മണിക്ക് ബോട്ടുകളെല്ലാം കടലിൽ ചാടിച്ച് മീൻ പിടിക്കാൻ വേണ്ടി പോണ ഒരു കാഴ്ച കേട്ടാ. അതും സീസണിലെ ആദ്യത്തെ പണി. നല്ല അടിപൊളി കീട്ടിലൻ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നേരം വെളുത്ത് കടലിലെത്തി ആദ്യ വല കയറണ കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാൻ പോണേട്ടാ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അങ്ങനെ വീഞ്ചിൽ വയർ റോപ്പ് കയറാനിട്ടാ. നമ്മളിന്ന് അണ്ണന്മാരുടെ കൂടെയാണ് വന്നേക്കണത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ബോട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ അനക്കലും പിടിക്കലൊന്നും ഇല്ല. അതുകൊണ്ട് ഓയിലും കാര്യങ്ങളൊക്കെ കൊടുക്കണം കപ്പിക്കൂടി നന്നായിട്ട് റോപ്പൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും റോപ്പ് 2 സൈഡിൽ നിന്നും കയറി ബോർഡെത്തി ബോർഡിന് പിടിച്ച് കയറ്റി വല പിടിച്ച് കയറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നോക്കണത്. അപ്പോൾ കാർമേഘം വെച്ച് മൊത്തം ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ കടൽ എപ്പോഴും റഫായിരിക്കും. പക്ഷെ നമ്മളിന്ന് വന്നപ്പോൾ ചെറിയൊരു അനക്കവും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ നല്ല മഴയൊക്കെ പെയ്യാനുള്ള രീതിയിലാണ് അന്തരീക്ഷം മൊത്തം നിൽക്കണം. നല്ല തണുത്ത കാറ്റുകൊണ്ട് അങ്ങനെ വീഞ്ചിൽ വയർ റോപ്പ് എല്ലാം കയറി റോപ്പും കൂടി കയറുന്ന ഒരു കാഴ്ച കേട്ടോ. ഇതൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ വല പിടിച്ച് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അങ്ങനത്തെ ഈ ഒരു സൈഡിൽ ചെറുപ്പക്കാരാണ് കേട്ടോ സോജനൊക്കെ എന്ന വല പിടിച്ച് കയറ്റുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് വലിയൊരു നീരാളിനെ കിട്ടി. ആള് ഭയങ്കര അധികം അവശതയാണ്. സൈഡൊക്കെ പൊട്ടി കിടക്കണം കേട്ടോ. അത്യാവശ്യം നല്ല വലിയ നീരാളിക്കൂട്ടാണ് ഈ കിടക്കണത് കേട്ടോ. വല കയറിയ പാടെ നമുക്ക് കിട്ടിയതാണ് ഈ ഒരു നീരാളി.
ആദ്യമായിട്ടാണെന്ന കൂട്ടുകാരങ്ങനെ കണ്ടോട്ടെ. അവൻ്റെ മൊത്തത്തിൽ തൊലിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ തേൻകടലണ്ണൻ ഉണ്ട്, അണ്ണനും വീഡിയോയും കാര്യങ്ങളും എടുക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ മടയെല്ലാം കയറി കഴിഞ്ഞ് പിന്നെ നേരെ വല പയ്യെ പിടിച്ച് കയറണം. അപ്പം അതിനനുസരിച്ച് സ്രാങ്ക് ബോട്ട് റിവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം കടലിലെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഒരു ചെളി കളറാണ്. കാരണം കടൽ ഫുള്ളായിട്ട് കലങ്ങി കിടക്കുകയാണ്. സാധാരണ ഈ ഒരു ബോട്ടിൽ നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് സീസണൊക്കെ പോയ സമയത്ത് ഫുള്ള് നീല കളറായിരുന്നു. ഇതിപ്പോൾ ചെളി കളറിൽ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് കിടക്കേണ്ട കടലിൽ. വല കയറണില്ല, ചെറിയൊരു ആയപ്പും കാര്യങ്ങളുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്ത് അങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ആയത്തെ ചരക്കാണ് ഈ കാണുന്നേട്ടാ. നമുക്ക് ഫസ്റ്റ് സീസണിൽ ഫസ്റ്റ് വല കയറി വരേണ്ട. ഇത് കയറി പൊട്ടുമ്പോൾ എന്തൊക്കെ മീനാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വല കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റാണ് അടിച്ചത് കടലിൽ. ആദ്യത്തെ ദിവസം കൊണ്ട് എവിടേക്കാണ് മീൻ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. കാരണം ഇത്രയും നാളും കടലിൽ പോവാതെ ഇപ്പോൾ നമ്മൾ വീണ്ടും വന്നേക്കാണ്. അതുകൊണ്ട് കുറച്ച് നേരം വലിച്ചുള്ളൂ. വലിച്ചപ്പോൾ തന്നെ ജെല്ലി ഫിഷും കാര്യങ്ങളൊക്കെയാണ് കാണണേട്ട വലയിൽ. ഈ വല നിങ്ങൾ നോക്കണ്ട, ഇനി അങ്ങാടെ നല്ല അടിപൊളി കിടിലൻ മീനൊക്കെ കിട്ടുന്ന കാഴ്ച കാണിച്ചു തരാം. ഇതും ഒരു വെറൈറ്റിയാണ്. ആദ്യമായിട്ടാണെന്ന കൂട്ടുകാർക്ക് ഇതേ നല്ല കിടിലൻ ജെല്ലി ഫിഷിനെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണട്ടെ. പൊട്ടിച്ചിടുമ്പോൾ പല കളറിൽ വീഴുന്നുണ്ട്. വയലറ്റാണ് ഈ വീഴുന്നത്. അതിൻ്റെ കൂടെ വറ്റ, കൂന്തൽ, കിളിമീൻ, അതുപോലെ നമ്മുടെ ഉണ്ണിമേരി അങ്ങനെയുള്ള മീനുകളൊക്കെ വീണ് പിടക്കണ കാഴ്ച വേണ്ട. ജെല്ലി ഫിഷ് ഇങ്ങനെ മൊത്തത്തിൽ ജെല്ലി ഫിഷാണ്. തളയൻ എല്ലാവരും കിടപ്പുണ്ട്. അപ്പോൾ കാലത്തെ വന്നുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കറിക്കും കൂടി എടുക്കാമെന്ന് എഴുതിയിട്ടാ. പിന്നെ ഒരു ബോക്സും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കൊട്ട ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതും കൂടി വലയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടാ. ബോക്സിലിടുന്ന മീനാട്ട ഉലുവാച്ചി, അരണ മത്സ്യം, കടൽ ബ്രാല്, അങ്ങനെ പല പേരിൽ അറിയപ്പെടും ഈ ഒരു മീനിട്ട. ഇതിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പാമ്പുണ്ട്. പാമ്പല്ലട്ട് ഇത്, നമ്മൾ ഊരാൻ എന്നൊക്കെ പറയും. ആ ഒരു മുതലാണ് ഇതേ. കൂന്തൽ കണ്ട, കൂന്തൽ ഇര പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അതിൻ്റെ വള്ളിനാരുണ്ട്, കൈകളെന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം കൂടി പശവശപ്പുണ്ടാകും. അതെല്ലാം കൂടി ചുറ്റിപ്പിണഞ്ഞ് കിടക്കണ ഒരു കാഴ്ചയാണ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയുന്ന കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് വറ്റയും കിളിമീൻ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ വറ്റക്ക് ജീവനുണ്ട് കേട്ടാ, വേറെ വഴിയില്ല. അത് ഭായിമാരത് വെട്ടിയെടുക്കാൻ കേട്ടോ. ബാക്കി കിളിയുടെ ചെതമ്പലും കാര്യങ്ങളും കളയുന്നുണ്ട്. വറ്റ വെട്ടി നേരെ പാത്രത്തിൽ ഇട്ടേക്കാണ്. കിളിമീൻ എന്ന് പറയുമ്പോൾ ചെതമ്പൽ കൂടിയ മീനാണ്. അപ്പോൾ അതുകൊണ്ട് ആ കത്തി ഉപയോഗിച്ച ചെതമ്പലൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് ചീവിക്കളയാൻ കേട്ടാ. കിളിമീനാണ് ആ ചീവിക്കൊണ്ടിരിക്കണത്. അതുപോലെ തന്നെ പിന്നെ വറ്റത് വെട്ടി ക്ലീൻ ആക്കണ ഒരു കാഴ്ചയാണ്. അതിൻ്റെ തല സൈഡ് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൂവും കുടലും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കളയാൻ കേട്ടാ. എന്നിട്ടാണ് ഇവിടെ പരിപാടി റെഡിയാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ കാലത്ത് നമ്മൾ മീൻ കറിയാണ് വെക്കണത്. നമ്മളവിടെ മീൻ വെട്ടണ സമയത്ത് ഇവിടെ ഒരാൾ അടുക്കളയിൽ കലമൊക്കെ വെച്ച് സവാളയൊക്കെ പച്ചമുളക് എല്ലാമായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വാട്ടി ഉപ്പിട്ട് പരിപാടി തുടങ്ങിയിട്ടാണ്. കാരണം എല്ലാവരും വിശന്നിരിക്കുകയാണ്. ചോറ് നമുക്ക് നേരത്തെ തന്നെ റെഡിയായതാണ്, കറിയില്ല. അതുകൊണ്ടാണ് വേഗം തന്നെ ഇവിടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ പടപടാന്നും പറഞ്ഞ് തീർക്കണേ കേട്ടോ. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കൂടി ഇട്ടങ്ങാണ്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കണ ഒരു കാഴ്ചയാണ്. പിന്നെ മഞ്ഞപ്പൊടി ചേർക്കണം കേട്ടാ. ആവശ്യത്തിന് മല്ലിപ്പൊടി കാര്യങ്ങൾ ചേർക്കണം. പിന്നെ ഈ ഒരു മീൻ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോർത്ത് ഇന്ത്യ രീതിയിലാണ് കേട്ടോ. അവരുടെ സ്റ്റൈലൊക്കെയാണ് കറിയും കാര്യങ്ങളും വെക്കണം കേട്ടോ. സംഭവം അടിപൊളിയാണ്. മുളക് പൊടിയും കാര്യങ്ങളും ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കേണ്ട. അതെല്ലാം ഒന്ന് വയറ്റി റെഡിയാക്കി വരുമ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം മീൻചാറ് റെഡിയായിരുന്നു കേട്ടോ. ഇനി അതൊരു മീനിട്ടാൽ മതി. അപ്പം ഈ ഒരു സമയം നമ്മളിത് വല വിടണ്. വേറെ ഗ്രൗണ്ട് എത്തി. അവിടെ രണ്ടാമത്തെ വലയും കാര്യങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. റോപ്പ് ഇളക്കി വിടുകയാണ്. രണ്ട് സൈഡിൽ നിന്നും ഒരേ വേഗത്തിലാണ് ഈ റോപ്പും കാര്യങ്ങളും ഇളക്കി വിടണം കേട്ടാ. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബോർഡും കാര്യങ്ങളൊക്കെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി തീരും. സീ കൊളത്തി ഇതേ ബോർഡിൻ്റെ കെട്ടയക്കാണ്. ബോർഡ് അറിയാത്ത കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ബോർഡ് ശരിക്കും പറഞ്ഞാൽ വലട വായ്ഭാഗം തുറക്കാനാണ് ബോർഡ് ഉപയോഗിക്കുന്നത്. ഇതിന് ആമ ബോർഡ് എന്നാണ് പറയണത്. ചെറിയ ബോർഡാണ്. പണ്ടൊക്കെ വലിയ ബോർഡായിരുന്നു.
കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്നൊക്കെ പറയണ പോലെ തന്നെ ബോർഡും കാര്യങ്ങളൊക്കെ മാറി. പിന്നെ ഇവിടെ നിന്ന് വീഞ്ചിന്ന് റോപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അടുക്കളയിൽ മീൻ കിളിമീനും വറ്റയൊക്കെ നേരത്തെ വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് തിളച്ചുകൊണ്ടിരിക്കണ ചാറിലോട്ട് അങ്ങോട്ട് കുടുകുടൂന്നും പറഞ്ഞിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ടാകുന്ന ചാറ്. അപ്പം അതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കേണ്ട. ഒന്നാം ദിവസം നമുക്ക് കിളിമീനും വറ്റേണ്ട ഞാനെടുത്തത് കാലത്ത് തന്നെ ചോറും മീൻ കറിയാണ് കേട്ടോ. നല്ല കുഴച്ചങ്ങാട് പിടിച്ച് അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിളി കഴിച്ച് ഈ കാണുന്നതാണ് കിളി കണ്ട. മൊത്തം മസാലയിൽ മുങ്ങിക്കളിക്കൊണ്ട് കിളി ഏതാണ് വറ്റ ഏതാണെന്ന് മനസ്സിലാവില്ല. ഈ പറഞ്ഞത് ഒരു വറ്റയുടെ തലയുണ്ട് എടുത്തേക്കണത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കണ്ണുകിലെടുക്കുമ്പോൾ ഒരു ജെല്ലുണ്ട്. അത് കഴിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞങ്ങാട് പോവും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുഴച്ചങ്ങാട് പിടിക്കുക. പറഞ്ഞിട്ട് കേരളത്തെ നമ്മുടെ രണ്ടാമത്തെ വല അങ്ങാടി കയറേണ്ട. അപ്പം ഈ വലയിൽ എന്തൊക്കെ മീനാണ് കിട്ടുന്നത് എന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. അതെ കപ്പിയിൽ റോപ്പൊക്കെ അങ്ങാടി കയറി വരേണ്ട. അങ്ങനെ ബോർഡ് എത്തി 2 ബോർഡും കയറിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. കാരണം അത്രയും വെള്ളം കലങ്ങി കിടക്കേണ്ട. 2 സൈഡും ബോർഡ് പയ്യെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് കയറ്റി എടുക്കുകയാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ രണ്ടാമത്തെ വലയിൽ നല്ല പ്രതീക്ഷയുണ്ട്. ബോട്ടുകളെല്ലാം വന്ന് വല വലിച്ചിട്ട് അവർക്കൊക്കെ മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം ആവേശത്തിൽ വല കയറുമ്പോൾ മീനാണ് വലയിൽ ഇങ്ങനെ കുത്തി വന്നൊരു കാഴ്ച നോക്കിയേ. 2 ബോട്ട് നമുക്ക് വല വലിക്കണതിൻ്റെ തൊട്ട് സൈഡിൽ കൂടി വല വലിച്ച് പോകണം കേട്ടാ. രണ്ടും പോണ പോക്കണ്ട വല വലിച്ച്. കളയൻ രണ്ടാമത്തെ വല നമുക്ക് മോശം ഉണ്ടായില്ല കേട്ടാ. കൂന്തലും തളയനും അങ്ങനെ നല്ല നല്ല വലിയ കൂന്തലാണ്ടാ. അതുപോലെ തന്നെ ഈ കിളിമീനും ഒക്കെ ഉണ്ട്. ശീലാവ് എല്ലാം കൂടി മിക്സായിട്ട് നല്ല മീൻ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. കിടപ്പ് വേണ്ട. രണ്ടാമത്തെ വല അത്യാവശ്യം ഉഷാറായിരുന്നു. തളയം കിടന്ന് തിളങ്ങണ കാഴ്ച നോക്കിയേ. പിന്നെ കൂന്തലൊക്കെ എല്ലാം നമ്മൾ നേരെ ബോക്സിലോട്ടാക്കിയാണ്. ഓരോന്നും തരംതിരിച്ച് കൂന്തലും ശീലാവിനും കിളിമീനും ഒക്കെ വെച്ചേക്കണത് വട്ടക്കിളിയാണ് കേട്ടാ. പിന്നെ ഈ ഒരു സമയത്ത് കൂന്തൽ നല്ല മുട്ടയുണ്ടായിരുന്നു. എല്ലാ കൂന്തലും മുട്ടയുണ്ടായിരുന്നു. പിന്നെ ഇത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കടൽ വെള്ളത്തിൽ നമ്മൾ ഓസ് അടിച്ച് അങ്ങോട്ട് കഴുകി നേരെ സ്റ്റോറിലോട്ട് കയറ്റാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോണേട്ടാ.
മീനെല്ലാം സ്റ്റോറിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഐസ് ചെയ്യാൻ വേണ്ടി പോവേണ്ട, അതിന് കല്ല് റെഡിയാക്കണ ഒരു കാഴ്ചയാണ്. മീൻ കൂടുതൽ വരുമ്പോൾ നമ്മൾ കല്ല് റെഡിയാക്കി ഐസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ബോക്സിലാണ് ഐസ് ചെയ്യണേ കേട്ടാ. അതിപ്പോൾ കിളിമീനൊക്കെ കൂടുതൽ കിട്ടി തുടങ്ങിയപ്പോൾ വേഗം തന്നെ കല്ല് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിനകത്തോട്ട് കിളിമീൻ അങ്ങോട്ട് ഐസ് ചെയ്യാൻ വേണ്ടി പോവേണ്ട. ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ ശീലാവാണ്, അത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കള്ളിയിലോട്ട് ആക്കിയൊന്നുമില്ല കേട്ടോ, പകരം ബോക്സിലോട്ട് ആക്കിയിട്ട് ഐസ് ചെയ്യാണ്. പിന്നെ ഈ ഒരു മീൻ ഭയങ്കര സ്കിന്ന് വളരെ സോഫ്റ്റുമാണ് കേട്ടോ. കിളിമീൻ പോലെ ചെതമ്പലും കാര്യങ്ങളൊക്കെ വളരെ കട്ടിയുള്ളതൊന്നും അല്ല. പിന്നെ അങ്ങനെ സമയം ഉച്ചക്കാലത്തെ നേരം അങ്ങനെ മീൻ വറുക്കാൻ വേണ്ടി ശീലാവ് നമ്മളത് വെട്ടി ക്ലീനാക്കി റെഡി ആക്കി എടുക്കണ ഒരു കാഴ്ച കേട്ടാ. വറുക്കാനുള്ള മീനെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട കിളിമീനും ശീലാവുമാണ് വറുക്കാൻ വേണ്ടി എടുത്തേക്കണത്. ഇനി നന്നായിട്ട് കഴുകിയൊക്കെ മാറ്റി ഉപ്പുവെള്ളത്തിലാണ് ഇപ്പോൾ കഴുകിയത്. ഇനി ഒരു നീര് നൻവെള്ളത്തിൽ കഴുകും. തൊട്ടടുത്ത് നമുക്ക് ചാമ്പോയിപ്പ് ഉണ്ട്, അതിൽ വെള്ളം ചാമ്പി എടുത്തിട്ട് കഴുകി ക്ലീനാക്കി നേരെ അടുക്കളയിൽ ചെന്നിട്ട് പരിപാടി ചെയ്യോട്ടെ. മസാലയൊക്കെ ഇട്ടങ്ങോട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. ഇനി പൊടിക്കൂട്ടുകൾ ചേർക്കലാണ് അടുത്ത പരിപാടി കേട്ടാ. ഉപ്പിട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന്. അത് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് സ്പെഷ്യൽ മീൻ വറുക്കണ പൊടിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ മീൻ വറുക്കണ സ്റ്റൈലിൽ ഈ പൊടിയാണ് യൂസ് ചെയ്യണത് കൂടുതൽ. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ ഇതെല്ലാം കൂടി കൈക്കല്ല, ഇങ്ങനെ മറിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കോട്ടാ. നല്ലതുപോലെ ഇങ്ങനെ മറിക്കും അങ്ങോട്ട് ഇട്ട്. ആ സമയത്ത് മുന്നിൽ പോയി എന്ന് പറഞ്ഞാൽ പണി വാളും, കണ്ണിലോട്ടൊക്കെ പൊടി വറക്കും. കാറ്റുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേ വേണ്ട. ഇനി ഞങ്ങളുടെ നേരെ ചട്ടിക്കളത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അങ്ങനെ ഉച്ചക്കാലത്തെ സമയം ദേ ചോറും അതുപോലെ സാമ്പാറാണ് കേട്ടോ. സാമ്പാറിൻ്റെ കൂടെ മീൻ പൊരിച്ചതുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നേരെ അടുക്കളയിലോട്ട് പോയി അവിടെ നിന്ന് മീൻ വറുത്തത് കൊടുത്തിട്ട് നേരെ ഇവിടെ അങ്ങോട്ട് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. 2 ശീലാവർത്താണ്, നല്ല ചൂടൻ മീൻ പൊരിച്ചാണ്ടത്. ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ ചൂട് ശരിക്കും അറിയുക, ആസ്വദിച്ചിരുന്ന് കഴിക്കേണ്ട. നല്ല മുരിഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. പിന്നെ സാമ്പാറും കൂടെ അവിടെ കുഴച്ചങ്ങാട് പിടിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ 3ാമത്തെ വല കടലിൽ കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ട്. അത് ചോറീറ്റയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിടിക്കും. മൂന്നാമത്തെ വല പിടിച്ച് കയറ്റുമ്പോഴാണ് ഈ ഒരു വലയിൽ അടിപൊളി കാഴ്ചകൾ, വ്യത്യസ്തമായിട്ടുള്ള കടലിലെ കുറച്ച് കുട്ടന്മാരൊക്കെ ഉണ്ട്. ആളെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും. അവന്മാരൊക്കെ കയറി വന്നൊരു കാഴ്ച ഞാൻ കാട്ടിത്തരാട്ടാ. വല കയറി വരുമ്പോൾ നിങ്ങൾ കണ്ടോ അത്. ഇതാണ് കണവട വട്ട. കണവയെന്ന് പറഞ്ഞ കൂന്തൽ, നല്ല വട്ടേണ്ട സോജ. കൂന്തലിൻ്റെ മുട്ട
വല അങ്ങാട് പൊട്ടിച്ചിട്ടപ്പോൾ ബാക്കിയുള്ള മീനുകൾക്കൊക്കെ ഒരു അനക്കൂല. ഒരാൾ നൈസിൽ അങ്ങാട് രക്ഷപ്പെടാൻ നോക്കേണ്ട. ഇവനാണ് ഒക്ടോബോക്സ്, കിനാവള്ളി, നീരാളി, അങ്ങനെ പല പേരറിയപ്പെടുന്ന മുതൽ. ആള് ഭയങ്കര സൂത്രക്കാരനാണ്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ രക്ഷപ്പെടാൻ വേഗം നോക്കും, പയ്യെ ഇഴഞ്ഞങ്ങനെ നീങ്ങി പോകാനൊക്കെ നോക്കോട്ടാ. പിന്നെ ഈ കാണുന്നത് പാമ്പല്ല, ഇത് ഊരാൻ എന്ന് പറയും. ഈ പറഞ്ഞൊരു മത്സ്യമാണ്, പാമ്പിൻ്റെ രൂപസാദൃശ്യവും കാണും. പിന്നെ ഒരുത്തൻ്റെ ഇവിടെ കിടന്ന് പയ്യെ തുള്ളിക്കളിക്കേണ്ട. നീരാളികൾ കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഉണ്ടാവുന്നത് കേട്ടോ. മണ്ണിനോടും പാറകളും ഇടയിലാണ് കൂടുതലും ഈ നീരാളികളൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള മീനുകളെല്ലാം എടുത്ത് നമ്മുടെ ബോക്സിലോട്ടൊക്കെ ആക്കി മറിച്ച് കഴുകി കണവടയൊക്കെ മഷിയൊക്കെ നല്ലതുപോലെ കളയേണ്ട. ഇത് എക്സ്പോർട്ടിങ് പോണതാണ് ഈ കൂന്തൽ അല്ലെങ്കിൽ കണവ എന്ന് പറയണത്. പിന്നെ വട്ടക്കിളി മീനാണ് ഈ കാണുന്നത്. പിന്നെ ബാക്കി കിട്ടിയ കുറച്ച് മിച്ചർ മീനുകളെല്ലാം ബോക്സിലാക്കിയിട്ട് നല്ലതുപോലെ കഴുകി നേരെ സ്റ്റോറിലോട്ട് തന്നെ കയറ്റേണ്ട. വൈകുന്നേരത്തെ വലയിലാണ് നമുക്ക് നിറച്ച് മീൻ കിട്ടണേട്ടാ. വല വിടുന്ന കാഴ്ച ഇതുപോലെയാണ്. ഒരു പുറത്തെ ബോട്ടിലെ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചത്. പുറത്തെ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ട ബോട്ടാണ് കേട്ടോ. നമ്മൾ വന്ന ബോട്ടിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ തൊട്ടടുത്തുള്ള ജൂൺസ് ചേട്ടൻ്റെ ബോട്ടിലാണ് ഞാൻ വന്നത്. അയിലെന്തറോട് ചേട്ടൻ പുണ്യാളൻ എന്ന് പറയുന്ന ബോട്ടാണ് കേട്ടോ. അച്ഛൻ്റെ കൂട്ടുകാരനും കൂടിയാണ്. അപ്പോൾ വൈകുന്നേരത്തെ വല കയറിയാണ് നല്ലൊരു അടിപൊളി കാഴ്ച ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാട്ടാ. വല അവിടെ പിടിച്ച് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു വെള്ളം പൊട്ട് പോലെ കാണണ്ടാവും. അത് ഓരോ ബോട്ടുകളാണ്, കരയിലട്ടാ കാണുന്നത്. വല പിടിച്ച് കയറ്റാനായിട്ട് റോപ്പെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേ വല പിടിച്ച് കയറ്റേണ്ട ലാസ്റ്റ് വല കയറുന്ന കാഴ്ചയാണ് കേട്ടാ. ചെയിനും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കണത് ചെയിനാണ് കയറേണ്ട. ചെയിൻ കുറച്ച് പൊട്ടിപ്പോയി. നമ്മുടെ ഫ്ലോട്ട് കയറാണ്. 4 ഫ്ലോട്ട് ഈ സൈഡായിട്ടാ. ഇനി കൂടി ഫ്ലോട്ട് കയറാനുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ചാറ്റൽ മഴ എന്നിട്ട് വല പിടിച്ച് കയറ്റാ. മഴയത്ത് വല പിടിച്ച് കയറ്റാണ്ട. നല്ല കാറ്റും മഴയായി കേട്ടാ. ഫ്ലോട്ടെല്ലാം കയറി. ഈ വലയും കൂടി കുറച്ച് കയറാനുള്ള അതേപോലെ നല്ല മഴ, നല്ല തണുത്ത കാറ്റും നല്ല തണുത്ത മഴ. മഴയേട്ട, നല്ല മഴയായി. കല്ലുപോലെ മഴ പാഞ്ഞു വീഴണ്ട. നല്ല മഴ പെയ്തു തുടങ്ങി. മഴയത്ത് നിന്നിട്ടാണ് ആ വല പിടിച്ച് കയറ്റണത്. ഞാനത് ചീഞ്ഞ് കൊണ്ടുപോകാനുണ്ട്. എനിക്കുള്ളതാണെന്ന് തോന്നണേ. ലാമ്പ് എനിക്കുള്ളതല്ല. അങ്ങനെ ലാമ്പ് നനയാണ്ടിരിക്കാൻ ലാമ്പ് എനിക്ക് തന്നതാണ്. വല കയറുമ്പോൾ ബാക്കി ആഴ്ച ആടി തരാട്ടാ. ചെയിൻ്റെ പൊട്ടി കിടക്കണടാ. ചെയിൻ പൊട്ടി കിടക്കണം. ചരക്ക് കയറ്റേട്ടാ. ഇവിടെ കപ്പിയിലെടുത്തോണ്ടിരിക്കണം കേട്ടാ. ബീച്ചില് കയറി വന്നെ. ടൈറ്റാണ്, ടൈറ്റാണ്. ആഹാ, ലോഡ് 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 ലോഡ്. കണവ കണവ. കുന്തല് 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 കുന്തല്. ആട്ടോ ആട്ടോ ആട്ടോ. കണവ കണവ കണവ. ഓ കൂന്തല് കൂന്തല് കൂന്തല്. വൈശാലി
കടാ കൂന്തല് നീരാളി വീർക്കണാ നീങ്ങണ് ഐസിൽ നീങ്ങണം. இவன் பேர் வந்து லைன் ஃபிஷ், தமிழ்ல இங்கே ஏதோ சொல்லுவாங்க. വലിച്ച് നമ്മൾ ചരക്കെടുത്തത് ഇവിടെ മൊത്തം കൂന്തൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. കൂന്തലാണ്ടി കാണുന്നത്. കൂന്തലിൽ തന്നെ വൈശാലി ഉണ്ട്, അതുപോലെ തന്നെ കണവയുണ്ട്, സ്കിഡ്. അപ്പൊ സ്കിഡും വൈശാലിയും ഇവിടെ തരം തിരിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് വൈശാലി, ഇത് സ്കിഡ്. വൈശാലിനേക്കാളും കുറച്ചും കൂടി വില കൂടുതൽ അണ്ണാ സ്കിഡിന് കിട്ടൂലേ? ആ അതെ, ഇത് കൂട്ടബോട്ടാണ് നമ്മളിപ്പോ ഈ പടിഞ്ഞാറമ്മണിക്കൊക്കെ വരുമ്പോ കൂടുതലും ഒറ്റയ്ക്ക് ദൂരങ്ങളിലോട്ട് പോകില്ല. ഒരു തുണ ബോട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. ആ ഒരു തുണ ബോട്ടാണ് ആ കാണുന്നത് കേട്ടാ. നമുക്ക് പറ്റേ വന്ന് കിടപ്പുണ്ട്. അവരും വല വലിച്ച് ചരക്കെടുത്ത് നമ്മള് ചരക്ക് ട്രോളിങ് നിരോധനം അവസാനിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ബോട്ടിൽ പോണേക്കാൾ മുന്നേ ഞാൻ പോയിരുന്നു. അന്ന് ഈ അണ്ണൻ്റെയൊക്കെ കൂടെയാണ് വന്നത് കേട്ടാ. അപ്പോൾ ആ അണ്ണന്മാർ തന്നെയാണ് ആ സൈഡിലിരിക്കണത്. പിന്നെ ഇവർക്ക് ഇത്തിരി പുതിയതാണ്. ഈ ഒരു ഭാഗത്ത് പുതിയ ആൾക്കാരാണ്. ആ ഒരു ഭാഗത്ത് ആ നീല ഷർട്ടൊക്കെ അന്നും ഉണ്ടായിരുന്നു. നീല ബനിയൻ അണ്ണനൊക്കെ അന്നും ഉണ്ടായതാണ് കേട്ടാ. പിന്നെ ബാക്കി കുറേ പേരൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ആ വല റെഡിയാക്കാൻ അണ്ണൻ ഉണ്ടായിരുന്നു. പിന്നെ സ്രാങ്ക് മാറിയിട്ടില്ല. സ്രാങ്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ബോട്ടിൽ വന്നേക്കണം. പിന്നെ ഉള്ളത് സോജൻ. ബാക്കി അവരൊക്കെ ഞാനിപ്പോൾ പുതുതായിട്ട് കാണുന്നത് കേട്ടോ. ഇവരെല്ലാവരും പുതുതായിട്ട് വന്നേക്കാണ്. പിന്നെ ഇയാളും പുതിയതാണ്. എനിക്ക് ആരാണെന്ന് അറിഞ്ഞുകൂടാ. വന്നിപ്പുണ്ട്. ഉറക്കാൻ വേണ്ടി പോയി കിടന്നുറങ്ങ്. അതെ കേട്ടാ. ഈ മീനൊക്കെ തിരിഞ്ഞ് ബോക്സിലോട്ടാക്കുമ്പോൾ ബാക്കി എത്രത്തോളം ബോക്സിൽ നമുക്ക് ഈ കൂന്തൽ കിട്ടിയെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കിട്ടാനില്ല, പക്ഷെ ഒടുക്കത്തെ റേറ്റുമാണ്. നല്ല റേറ്റാണ് ഇതിന്. നോർമലി നമുക്ക് സാധാരണക്കാർക്ക് കൂന്തൽ എപ്പോഴും വാങ്ങി കഴിക്കാം എന്നുണ്ടെങ്കിലും ഒരു തവണ 2 തവണയൊക്കെ കഴിക്കലാണ്ട് അതിൽ കൂടുതൽ കഴിച്ചാൽ നമുക്ക് മുതലാവില്ല. എക്സ്പോർട്ടിങ് പോണേണ്. നല്ല റേറ്റ് ഉണ്ട്. പിന്നെ സാധാരണക്കാർക്ക് കഴിക്കാം, അങ്ങനെയല്ല. നേരിട്ട് വന്ന് ഉറക്കം നിന്ന് വെളുപ്പിന് ഹാർബറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വിലക്കുറവിൽ പിന്നെയും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറിഞ്ഞൊരു ഭയങ്കര റേറ്റ് ആവും ഇതിന്. പ്രത്യേകിച്ച് ഇത് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കൂന്തൽ റോസ്റ്റ് ചെയ്താലും വറുത്ത് കഴിച്ചാലൊക്കെ അടിപൊളിയാണ്. ഇത് ഓരോ ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി ഇതാ. ഇത് തേർഡ് ക്വാളിറ്റിയാണ് കേട്ടോ. ചെറുതായിട്ട് കീറി മുറിഞ്ഞൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് കറി വെക്കുമ്പോൾ നമുക്ക് ഈ തൊലിയൊക്കെ കളയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് റേറ്റ് കുറച്ച്, ഈ ഒരു സാധനം റേറ്റ് കുറച്ച് കിട്ടും. ഇതാണ് കൂടുതലും കടകളിലൊക്കെ വന്നേട്ടാ. ഇങ്ങനത്തെ സാധനം കൂടുതലും പുറത്തോട്ട് പോകും, എക്സ്പോർട്ടിങ്ങിന് പോകും. ആറില് ഓ വന്നി കാണവട മാല കണ്ടാ. കണ്ട പൊക്കി പിടിച്ച കണ്ടാ. അണ്ണനെ പോലെ സന്തോഷം കണ്ടാ. ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം കണ്ടാ. പണി കിട്ടുമ്പോൾ സന്തോഷം കൂടും കണ്ടാ. മാല കണ്ട, മാല പോലെ. ഇനി ഇത് നിങ്ങളുടെ ഊർത്തി എടുക്കും അല്ലേ? ഊർത്തി എടുക്കേണ്ട. പയ്യെ കുടഞ്ഞ് ആ കണവ ഇങ്ങനെ എടുക്കണ്. അടുത്ത് നമ്മള് പഴയ അണ്ണനാണ്. അന്ന് വന്നപ്പോഴും ആളുണ്ടായിരുന്നു ഈ ബോട്ടില് കണ്ടാ. ഊർത്തി ഇങ്ങനെ എടുക്കണേ. ചുറ്റിക്കിടക്കണേ നൂഡിൽസ് പോലെ. അതിന്റെ വള്ളികൾ നൂഡിൽസ് പോലെ ചുറ്റിക്കിടക്കേണ്ട. അതേ ഇവിടെ പേർത്തി എടുക്കണ കാണിച്ചതാ കണ്ടാ. ഇതില് വൈശാലിയാണ് കിടക്കണ കേട്ടാ. വൈശാലി ഒരു സ്കിഡ് വേണം പെണ്ണെന്ന് കണ്ടാ. സ്കിഡാണ്. അങ്ങനെ ഏകദേശം തീരാനായിട്ടാ കണ്ടാ. ഒരു സൈഡിൽ നിന്ന് എല്ലാവരും വട്ടോട്ടിരുന്ന് തിരിഞ്ഞ് ഒരു ഒതുക്കിയിട്ടുണ്ട്. കുറച്ചോട്ട് ഇനി കുറച്ചും കൂടി ഉള്ളൂ. അതിപ്പോ തന്നെ തീരും കേട്ടാ. ആ ഉണ്ണിമേരി സിൽക്ക് കണ്ടാ. എല്ലാം തിരിഞ്ഞിട്ട് ബോക്സിലാക്കി കൊണ്ടുപോവേണ്ട. 2 ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സ് വൈശാലിയാണ്. ഈ ഒരു ബോക്സ് കിട്ടി ചെറുത്. തേർഡ് ക്വാളിറ്റി എന്ന് പറയാം. ഇത് എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ്. ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ്. തേർഡ് ക്വാളിറ്റി അല്ല, സെക്കൻഡ് ക്വാളിറ്റി. അങ്ങനെ വൈകുന്നേരത്തെ വലയിൽ ഉണ്ണിമേരി, തീരാളി, കണവ
ഉണ്ടക്കണവ, അതുപോലെ വേറെ പേരൊക്കെ പറയും ഈ ഒരു കണവക്ക്. പിന്നെ വറ്റ, വലിയൊരു തളയുണ്ട്, പിന്നെ വട്ടക്കിളി, പിന്നെ കൂന്തല്. 4 ബോക്സ് കൂന്തലാണ്ടാ കഴുകി മറിക്കും. ഇതൊക്കെ നമുക്ക് വൈകുന്നേരത്തെ വലയില് ലാസ്റ്റ് വലയൊക്കെ ഇട്ടാ അത് കൊട്ടിയിട്ട് 4 ബോക്സ് അവിടെ ഇരിപ്പുണ്ട്. 5, 6, 7, 8, 9, 10 സ്കൂട്ട് മറിക്കണ്ട. പോയി കളിയാണ്ട നീരാളി അമിച്ചു വെച്ചേക്കാണ്. ജീവനുള്ള ഓട കിടപ്പുണ്ട്. പിന്നെ കണവയുണ്ട്. മഷിയാണ് അതിന്റെ കിടക്കണത്. ഇത് കൂടിയൊക്കെ ഉള്ളട്ടാ. നേരെ പിന്നെ കണ്ട കുളത്തി നേരെ സ്റ്റോറിലോട്ട് ഇറക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കൂന്തലൊക്കെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഐസ് ചെയ്യുള്ളൂ. അത് ചാവണം, സമയം പിടിക്കും ചാവാനായിട്ട്. കാണുമ്പോൾ ചത്ത പോലെയൊക്കെ ഇരിപ്പുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. പാമ്പി എത്താൽ അതിന്റെ വാലങ്ങുന്നുള്ള സ്കിഡിന്റെ ഇത് തിളങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ഇറക്കാം കേട്ടാ. ഈ 2 കുളത്ത് വെച്ചാണ് ഇറക്കണത്. ആ കുളത്ത് നേരെ നമുക്കൊണ്ട് കുളത്താണ്. ബോട്ട് സ്ലോ ആക്കി ആങ്കിടാൻ സമയം വരുന്നുണ്ട്. അപ്പൊ ആങ്കിടുന്ന കാഴ്ച കാര്യങ്ങളൊക്കെ കാട്ടിത്തരാട്ടാ. അതായത് കണവേ നീരാളിയാണ് ഇറക്കണത്. ഒരു നീരാളി പുറത്തോട്ട് പോവാൻ നോക്കിയാണ്. വാ, ഇതാണ് നമ്മുടെ ബോട്ടിന്റെ ഫ്രണ്ട് വശം. ആങ്കർ ചെയ്യാൻ പോണല്ലേ ഏട്ടാ. ഞങ്ങൾ 2 പേരുള്ള ബോട്ടിൽ മലയാളി ഏട്ടാ. പിന്നെ 5 ബംഗാളി ഉണ്ട്. പിന്നെ ഒരു 5-8 തമിഴാളി. അങ്ങനെ 3 ലാംഗ്വേജ് ഉള്ളവർ ഒരുമിച്ച് ചേർന്ന് പോളയാട്ട് ഈ ബോട്ടിൽ 3 സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടാൻ വേണ്ടി പോവുകയാണ്. സ്രാങ്ക് എല്ലാവരും കൂടി ആങ്കർ പിടിക്കേണ്ട പിടിച്ച് ഇവിടെ കരിങ്കല്ല് വെയിറ്റ് കൂടാൻ വേണ്ടി ഇവരിടുമ്പോഴാണ് അവരിടുള്ളൂട്ടാ. ടൈമിംഗ് ആണ് നോക്കണത്. അല്ലാണ്ട് അതിട്ട് പണി വേണം. ഭയങ്കര ഇതാണ് കേട്ടോ. അങ്ങനെ ആങ്കർ നേരെ കടലിലോട്ട് പോയി. റോപ്പ് പോണ കള്ളി കണ്ടാ. റോപ്പ് പോയി തീർന്ന് അങ്ങനെ ആദ്യത്തെ ദിവസം രാത്രി മീൻകറി, ബ്രെഡ്, ആവിയേറ്റ് ബ്രെഡാട്ടാ. പറ്റേണ്ട മീൻ കിളിമീൻ പറ്റ അങ്ങനെ കുറച്ച് കഷ്ണം കൊടുക്കാം. നല്ല ചൂട ബ്രെഡ് പോകും. അതിങ്ങനെ കിള്ളിയാണ് എടുത്തിട്ട് പറ്റയും വേണ്ടി ചാറിലിങ്ങനെ മുക്കാം. ആഹാ, ശരിക്കും ബ്രെഡ് ചാറിലിങ്ങനെ മുങ്ങണം. മീൻ ചാറിലുണ്ട്. നല്ല എരിവും പുളിയും ഒക്കെ വെച്ച് ചാറിൽ മുക്ക കഴിക്കാം. കാലത്തൊട്ട് വൈകുന്നേരമുള്ള എല്ലാ കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇന്നാണ് 2ാമത്തെ ദിവസത്തെ ആങ്കർ എടുത്തിട്ട് നിങ്ങളുടെ മുന്നോട്ട് കാഴ്ച കാര്യങ്ങളൊക്കെ വരും. അഭിപ്രായങ്ങളെ കമന്റ് ചെയ്താൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ പറയണം.